ഭാഗം 31. ആ സമയം അവൻ്റെയും മനസ്സിൽ ആ നിമിഷങ്ങളായിരുന്നു. ലക്ഷ്മിയുമായുള്ള വിവാഹത്തിന് സമ്മതിച്ച ശേഷം ശക്തിക്ക് മുന്നിൽ ലാഘവത്തോടെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞ നിമിഷം. ആദ്യത്തെ നടുക്കത്തിനപ്പുറം പുഞ്ചിരിയുടെ ആവരണം തീർത്തവൾ തനിക്ക് ഭക്ഷണം വിളമ്പി നൽകിയതും സ്വാഭാവികമായി പെരുമാറാൻ ശ്രമിച്ചതും അവൻ ഓർത്തുപോയി. അവളിൽ നിന്ന് ചോദ്യങ്ങളൊന്നും ഉയർന്നില്ല. വെറുപ്പോ ദേഷ്യമോ നിറഞ്ഞില്ല. എല്ലാം ഉൾക്കൊണ്ടതുപോലെ ശാന്തമായ പെരുമാറ്റം. അതാണ് തൻ്റെ ഹൃദയത്തെ നോവിച്ചത്. അതുകൊണ്ടാണ് അനാവശ്യമായി താൻ വിശദീകരണങ്ങൾ നൽകിയത്. ശക്തി, ഈ ബന്ധം തുടങ്ങിയപ്പോൾ തന്നെ നമ്മളിതെല്ലാം സംസാരിച്ചതല്ലേ? സാധാരണ ഇവിടേക്ക് വരുന്നവരുമായി ഞാൻ ബ്രേക്കപ്പ് ചെയ്യുമ്പോൾ അവരാണ് ഇവിടം വിട്ടു പോവുക. ഇക്കുറി ഞാനാണ്. ജീവിതത്തിലേക്ക് കൂടെ കൂട്ടുന്ന പെൺകുട്ടി ആരു തന്നെയാണെങ്കിലും ഞാൻ നീതി പുലർത്തും. അതിൻ്റെ ഭാഗമാണ് ഇതും. ഒരുപാട് സ്ത്രീകൾക്കൊപ്പം ഞാൻ കഴിഞ്ഞിടത്തേക്ക് ലക്ഷ്മിയെ കൂട്ടിക്കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നില്ല. സ്വന്തമായി വാങ്ങാൻ ആഗ്രഹിച്ച ഫ്ലാറ്റാണിത്. ഇത്തവണ നാട്ടിൽ പോയിട്ട് വന്നതോടെ ഞാൻ ആ തീരുമാനം മാറ്റി. കഴിഞ്ഞ കാലത്തെ മായ്ച്ചു കളയാൻ കഴിയില്ലെങ്കിലും അത്തരം ഓർമ്മകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണമെന്ന് തോന്നുന്നു. ഒരു വിവാഹം എൻ്റെ ചിന്തയിൽ പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ വേണ്ടി വന്നു. സമ്മതവും പറഞ്ഞു. ഇനി നമ്മൾ ഒരുമിച്ച് ഒരു നിമിഷം പോലും ഉണ്ടാവില്ല. എനിക്കറിയാം നിന്നെ. എനിക്കൊപ്പം കഴിഞ്ഞവരിൽ ഏറ്റവും പ്രിയപ്പെട്ടവളും നീ തന്നെയാണ്. കാരണം നീ എന്നെ ട്രീറ്റ് ചെയ്തത് നിൻ്റേതായി കണ്ടുകൊണ്ടാണ്. പുതിയൊരു തീരുമാനം എടുത്ത സ്ഥിതിക്ക് ഈ മാറ്റം അനിവാര്യമാണ്. ഇന്ന് തന്നെ പോവാണോ? അവൻ പറയുന്നതിന് അവൾ വേഗത്തിൽ മറുചോദ്യം എറിഞ്ഞിരുന്നു. തൻ്റെ ഇതുവരെയുള്ള സേവനത്തെ വിലയിരുത്തി അവനൊരു വിലയിടുമോ എന്ന ഭയം അവളിൽ ആവോളമുണ്ടായിരുന്നു. അങ്ങനൊരു സന്ദർഭത്തെ നേരിടാൻ അവളിലെ പ്രണയിനി പാകപ്പെട്ടിരുന്നില്ല. വാക്ക് നൽകിയ നിമിഷം മുതൽ ഞാൻ പുതിയൊരാളാണ്. അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ ഒരുമിച്ച് കഴിയുന്നത് എൻ്റെ മനസാക്ഷിയെ ഞാൻ വഞ്ചിക്കുന്നത് പോലെയല്ലേ? ശരിയാ, ഞാനത് ഓർത്തില്ല. സമ്മാനമായി നൽകാൻ എൻ്റെ പക്കൽ യാതൊന്നുമില്ല. ഒരിക്കലെങ്കിലും ഇതൊന്ന് വായിക്കുമോ? അവൾ നീട്ടിയ ഡയറി വായിച്ചപ്പോൾ കളിയോടെ നിന്റെ ഭ്രാന്തെന്ന് പറഞ്ഞുവെങ്കിലും നെഞ്ചിൽ കൊളുത്തി വലിച്ചിരുന്നു അവളുടെ അക്ഷരങ്ങൾ. അറിയാം അവൾക്ക് തന്നോടുള്ള പ്രണയത്തിൻ്റെ ആഴം. ഒരു പക്ഷേ വീരഭദ്രസേനനെ അവളെപ്പോലെ മറ്റാരും പ്രണയിച്ചിട്ടുണ്ടാവില്ല. ഇത്രയും കാലം അവളോടൊപ്പം ജീവിച്ചെങ്കിലും അവളോടൊരു നീതിയും പുലർത്തിയിരുന്നില്ല താൻ. എല്ലാവരെയും പോലെ ഒരുവൾ, അത്രമാത്രം. അതുകൊണ്ട് തന്നെ അവളുടെ ഓർമ്മയ്ക്ക് അതൊന്നും ഉണ്ടാവണമെന്ന തോന്നലിൽ ബാഗിൽ തിരികിയതാണ്. നിധി പോലെ സൂക്ഷിക്കണമെന്ന് കരുതിയതിനെയാണ് അവൾക്ക് മുന്നിലേക്ക് തട്ടിയെറിഞ്ഞത്. വേണ്ടിയിരുന്നില്ല. അത് അവളുടെ ഹൃദയം തന്നെയാണ്. തന്നെ കുടുക്കിക്കളഞ്ഞ അവളുടെ ഹൃദയം. താൻ അന്നത് ബാഗിൽ തിരുകുമ്പോൾ അവളുടെ മിഴികളിൽ തെളിഞ്ഞ തിളക്കം ഇന്നും നെഞ്ചിൽ മായാതെ കിടപ്പുണ്ട്. അവിടെ നിന്നിറങ്ങിയ നിമിഷം മുതൽ അവളുടെ ആ രൂപം നെഞ്ചിൽ മിഴിവോടെ തെളിഞ്ഞു നിന്നിട്ടുമുണ്ട്. ഒരിക്കൽ പോലും എന്നെ സ്വീകരിച്ചു കൂടെ എന്ന് ചോദിച്ചിട്ടില്ല. എൻ്റെ തീരുമാനങ്ങൾ കേട്ട് തലകുലുക്കി അകന്നു നിന്നിട്ടേയുള്ളൂ. അവളുടെ പക്വത നിറഞ്ഞ പെരുമാറ്റം തന്നെയാണ് അവളിലേക്ക് കൂടുതൽ അടുത്തു പോകുവാനുള്ള കാരണവും. ഈ കല്യാണത്തിന് സമ്മതിച്ച് ഇവിടെ എത്തിയ ശേഷം മുതൽ നെഞ്ചു മുഴുവൻ അവളായിരുന്നു. ലക്ഷ്മിയോട് നീതി പുലർത്താൻ കഴിയുമോന്ന് വരെ സംശയമായിരുന്നു. അങ്ങനെയുള്ള ഒരുവളെയാണ് സ്വന്തമാക്കിയിട്ട് ഇങ്ങനെ തട്ടിക്കളിക്കുന്നത്. അവൻ അസ്വസ്ഥതയോടെ നെറ്റിയിൽ അമർത്തി തിരുമ്മി. അവളെ നോവിച്ചുകൊണ്ട് മുന്നോട്ടു പോകാൻ വയ്യ. അവൾക്ക് മുന്നിൽ താഴ്ന്നു കൊടുക്കാനോ സ്നേഹം പ്രകടിപ്പിക്കാനോ കഴിയില്ല. അതെല്ലാം തന്നെ അഴിയാനിരിക്കുന്ന രഹസ്യങ്ങൾ വീണ്ടും മൂടപ്പെട്ടു പോകുന്നത് പോലെ ആയിരിക്കും. അതേ നിമിഷം തന്നെ അജിത്തിന്റെ കോൾ വീരനെ തേടി വന്നു. അനു സന്തോഷത്തിലാണ് വീര. അതിനർത്ഥം ദേവകിയും അവളും തമ്മിൽ സംസാരിച്ചുവെന്നല്ലേ? ശംഖുവിനോട് അവൾ യാത്ര പറയുന്നത് ഞാൻ കേട്ടു. ജീവേട്ടനെ മാത്രമല്ല പാറുവിനെയും സംരക്ഷിക്കേണ്ടത് അവനാണെന്ന് പറഞ്ഞേൽപ്പിച്ചു ഗൗരി ശങ്കർനാഥ്.
ജീവൻനാഥിന്റെയും പാറുവിന്റെയും മകനാണ്. നിന്റെ വിവാഹം കഴിഞ്ഞപ്പോൾ പൊട്ടിക്കരഞ്ഞവൾ ഇപ്പോൾ സന്തോഷിക്കുന്നുവെങ്കിൽ അതിന് കാരണം ഒന്നേ ഉള്ളൂ. എനിക്കറിയാം അജിത്തെ, ഞാനും ശക്തിയും ഒരിക്കലും ചേർന്നു പോകില്ലെന്നറിവ് അവൾക്ക് കിട്ടിയിട്ടുണ്ടെന്നല്ലേ. അവൾ അവിടെ നിന്നിറങ്ങേണ്ടത് എൻ്റെയും കൂടി ആവശ്യമല്ലേ. അതങ്ങനെ നടക്കട്ടെ. ഇറങ്ങിയിട്ട് എന്താ വീര, എന്താ നിന്റെ പ്ലാൻ? അവൾ നിനക്കൊരു തലവേദനയായിരിക്കും. നീ ഉദ്ദേശിക്കുന്നത് പോലെയല്ല ഒരു കാര്യവും. ആ തലവേദന ഉദ്ദേശിച്ച കാര്യം ഭംഗിയായി പൂർത്തിയാകുമ്പോൾ ഞാൻ ഒഴിവാക്കും. എല്ലാം അറിഞ്ഞു കൂടെ നിന്നിട്ടും അവസരം വന്നപ്പോൾ സ്വാർത്ഥത മൂലം ചതിച്ചവളെ ഇനി ഒരിക്കലും ഞാൻ സ്വീകരിക്കില്ല അജിത്തെ. അന്നത്തെ ആ സംഭവത്തോടെ നഷ്ടപ്പെട്ടു പോയ ചിലതുണ്ട്. അതിനു പിന്നിൽ ആരോ ഒരാളാണ്. പലരായിരുന്നുവെങ്കിൽ കാര്യങ്ങൾ പുറത്തേക്കറിയേണ്ട സമയം കഴിഞ്ഞു പോയില്ലേ. ഒന്നുകിൽ പാർവതി, അല്ലെങ്കിൽ അനുഗ്രഹ. രണ്ടിലൊരാൾക്ക് പങ്കുണ്ട്. നമ്മളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഈ രഹസ്യം എത്ര കാലം സംരക്ഷിച്ചു നിർത്തുമെന്ന് എനിക്കറിയില്ല. കേശവൻ വെറുതെ ജീവനെ ഉപദ്രവിക്കില്ല. അവൻ എന്തൊക്കെയോ മനസ്സിലാക്കിയിട്ടുണ്ട്. പറഞ്ഞു തരാൻ അവനും കഴിയില്ലല്ലോ. തിരുമേനി എന്തു പറഞ്ഞു വീര? മഹാദേവന്റെ ഇച്ഛ പോലെ നടക്കട്ടെ എന്ന്. ഇത്രയും വരെ നമ്മൾ എത്തിയെങ്കിൽ ഇതിനവസാനവും കണ്ടെത്തിയിരിക്കും വീര. ദേവകി, അവരാണ് നമ്മളെ കുഴപ്പിക്കുന്നത്. ഇനി അവരുടെ സത്യങ്ങൾ അറിയാനുള്ള വഴി നിന്റെ അച്ഛനിലൂടെ മാത്രമല്ലേ വീര. നിങ്ങളുടെ ശീതസമരം അവസാനിപ്പിച്ചാൽ അതിനൊരു പരിഹാരം കണ്ടെത്താൻ കഴിയില്ലേ? സ്വന്തം മകനെ മനസ്സിലാക്കാൻ കഴിയാത്ത ഒരാളോട് ഞാൻ എന്തിനെക്കുറിച്ച് ചോദിക്കണമെന്നാണ് അജിത്തെ? അതൊന്നും നടപ്പില്ല. വീരൻ ദേഷ്യത്തിൽ ഫോൺ കട്ട് ചെയ്തു. ദേവകി ആരാണ്? 8 വർഷം മുമ്പ് അവർ ഈ തറവാട്ടിലേക്ക് കാലുകുത്തിയതിൻ്റെ പിന്നിലെ ലക്ഷ്യം എന്താണ്? അച്ഛൻ എന്തിനാണ് അവരെ സംരക്ഷിക്കുന്നത്? അച്ഛമ്മ എന്തിനാണ് ഇക്കാര്യത്തിൽ മൗനം പാലിച്ചിരിക്കുന്നത്? അന്നത്തെ ആ സംഭവത്തിൽ ദേവകിക്കുള്ള പങ്കെന്താണ്? ആരായിരിക്കും അന്ന് ക്ഷേത്രത്തിലെ വിലപിടിപ്പുള്ള രത്നങ്ങൾ പതിച്ച ആഭരണങ്ങൾ അപഹരിച്ചത്? നിഖില, അവൾ എവിടേക്കാണ് മാഞ്ഞു പോയത്? നികേഷ്, അവൻ്റെയും കുടുംബത്തിൻ്റെയും വിയോഗം, അരവിന്ദൻ്റെ അപകടം, ഇതിനെല്ലാം തമ്മിൽ ശക്തമായ ബന്ധമുണ്ട്. അരവിന്ദനെ ഒന്ന് കാണാൻ വേണ്ടിയാണ് ശക്തിയെ ഉപയോഗിക്കാൻ ശ്രമിച്ചത്. അതിപ്പോൾ ഇങ്ങനെയുമായി. ഇനി എന്താണ് ചെയ്യേണ്ടത്? ശക്തി, അവൾക്ക് എന്തെങ്കിലും അറിയുമോ? വീരന്റെ മനസ്സിൽ ചോദ്യങ്ങളുടെ അലകൾ കുതിച്ചു പൊന്തി. അമ്മയുടെ കണ്ണുനീർ അവഗണിച്ചുകൊണ്ട് അച്ഛൻ എന്തിനാണ് ദേവകിയെ സംരക്ഷിക്കുന്നതെന്ന ഉത്തരം അച്ഛൻ തന്നെ പറയണം. മഹാദേവന്റെ സ്വത്ത് എവിടെയാണെന്ന് കണ്ടെത്താൻ അദ്ദേഹം തന്നെ സഹായിക്കട്ടെ. അപഹരിച്ചവർക്ക് ഇതുവരെ അതുകൊണ്ട് പ്രയോജനമൊന്നും ഉണ്ടായിട്ടില്ല. കൊണ്ടുപോയവർ അതേപോലെ തന്നെ ആ തിരുമുമ്പിൽ എത്തിക്കും. ശക്തിശ്രീ, പാലാഴിയിൽ വീരഭദ്രസേനന്റെ നെഞ്ചിൽ അനുഗ്രഹയേക്കാൾ ആഴത്തിൽ നീ പതിഞ്ഞു പോയിരിക്കുന്നു. നിനക്കിനി എന്നിൽ നിന്നൊരു മടക്കമില്ല. വീരന്റെ ചുണ്ടിൽ പുഞ്ചിരി നിറഞ്ഞു. ഈ സമയം ശക്തി അവളുടെ ഭ്രാന്തൻ ചിന്തകളിലായിരുന്നു. ഉള്ളം തുറക്കാൻ ആരുമില്ലാതെ പോയവൾ തൻ്റെ മനസ്സിലെ ചിന്തകൾ കുറിച്ചു വയ്ക്കുന്ന സ്വഭാവത്തിന് അടിമയായിരുന്നു. സംസാരിക്കണമെന്ന് തോന്നി സ്വയം വീർപ്പ് മുട്ടുമ്പോൾ അവൾ കണ്ണാടിയിൽ നോക്കി അവളോട് തന്നെ സംസാരിക്കുമായിരുന്നു. അല്ലെങ്കിൽ അവളുടെ പ്രിയപ്പെട്ട ചെടികളോട് കാര്യം പറയും. വളർത്തു മൃഗങ്ങളെ സംരക്ഷിക്കാനുള്ള സാഹചര്യം കിട്ടാതെ ഇരുന്നതിനാൽ അവയോട് വലിയ താല്പര്യമൊന്നുമില്ലെങ്കിലും സംസാരിക്കുന്ന തത്തകളെയും മൈനകളെയും അവൾക്ക് ഇഷ്ടമാണ്. തൻ്റെ ഏകാന്തതയെ ഭഞ്ജിക്കാൻ, പേര് ചൊല്ലി വിളിക്കാൻ, ആരോ ഒപ്പമുണ്ടെന്ന തോന്നലുയർത്താൻ അവയുടെ ശബ്ദത്തിന് കഴിയുമെന്നതിനാൽ. വീരന്റെ ഫ്ലാറ്റിലെ ബാൽക്കണിയിൽ പതിവായി വരുന്ന തത്തയും പ്രാവുകളും അവളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയായിരുന്നു. അവൾ സ്നേഹത്തോടെ വിളിക്കുന്ന സുന്ദരി തത്തമ്മ ബാൽക്കണിയിൽ വന്നിരുന്ന് ഓമനയെന്ന് വിളിക്കാറുണ്ടായിരുന്നു. സുന്ദരി പ്രാവുകളേക്കാൾ സ്വാതന്ത്ര്യത്തോടെ ശക്തിയോട് ഇടപെടാറുണ്ട്. ആണുങ്ങളെ ആരെ കണ്ടാലും അവൾക്ക് രാക്ഷസനാണ്. അതുകൊണ്ട് തന്നെ വീരൻ അവിടെ ഉണ്ടെങ്കിൽ ബാൽക്കണിയുടെ റൈലിങ്ങിൽ ഇരുന്നു കൊണ്ട് അവൾ ചിറകടിച്ചുകൊണ്ട് ഉറക്കെ രാക്ഷസനെന്ന് വിളിക്കാറുണ്ട്. വീരനാണെങ്കിൽ കയ്യിൽ കിട്ടുന്നതെടുത്ത് അതിനെ എറിഞ്ഞാലും ഒരിക്കൽ പോലും അതിൻ്റെ ദേഹത്ത് കൊള്ളിച്ചിട്ടില്ല. സുന്ദരി തത്തയെ അവനും ഇഷ്ടമായിരുന്നു.
അതിനെപ്പോലെ ഓമനയെന്ന് അനുകരിച്ചുകൊണ്ട് അവനും അവളെ വിളിക്കാറുണ്ട്. അതൊക്കെ വീരന് പ്രത്യേക മൂടുള്ളപ്പോൾ മാത്രമാണ്. വീരന്റെ ഫ്ലാറ്റിൽ ശക്തി വീരനോളം സ്നേഹിക്കുന്ന ഒരു ജീവി സുന്ദരി തത്ത തന്നെയാണ്. അതിനാൽ തന്നെ ഡയറിയുടെ ആദ്യ പേജിൽ ഒരു തത്തമ്മയുടെ ചിത്രം വരച്ചു ചേർത്തിട്ടുണ്ട്. ഭ്രാന്തമായ മനസ്സോടെ അവൾ ഡ്രോയറുകൾ പരതി ഒരു പേന കണ്ടെത്തി. മൂക്കു വലിച്ചുകൊണ്ടും മുഖം അമർത്തി തുടച്ചുകൊണ്ടും എഴുതി തുടങ്ങി. നിന്റെ ഹൃദയത്തിൽ എനിക്കിടം കിട്ടുകയില്ല. എന്നെ നഷ്ടപ്പെടുത്തിയതിൽ നീ വേദനിക്കുകയുമില്ല. ആ ഹൃദയത്തിൽ ഒരിത്തിരി നേരം പോലും ഇടം കിട്ടാതെ പോകുമ്പോഴും എൻ്റെ ഭ്രാന്ത് നീയാണ്, നീ മാത്രമാണ്. കാരണം ഞാനെന്ന ചെടി വളർന്ന വളക്കൂറുള്ള മണ്ണിൻ്റെ പേര് വീരഭദ്രസേനൻ എന്നായിരുന്നു. ഒരു വീടിൻ്റെ സുരക്ഷിതത്വം കിട്ടാതെ വാടിക്കുഴഞ്ഞു പോയൊരു ചെറിയ പെൺകുട്ടിയുണ്ട്. അവൾ തൻ്റെ അമ്മമ്മയെ കാണാൻ കഴിയുമെന്ന പ്രത്യാശയോടെ ഓടിയെത്തുന്നൊരു അമ്പലമുറ്റമുണ്ട്, സാക്ഷാൽ മഹാദേവന്റെ തിരുമുറ്റം. അവിടെ വെച്ചാണ് എന്നോളം പ്രായമുള്ളൊരു ബാലന്റെ കൈ പിടിച്ചുകൊണ്ട് കരുതലോടെ വരുന്ന നിങ്ങളുടെ മുഖം ശ്രദ്ധയിൽപ്പെട്ടത്. പിന്നീട് അമ്മമ്മയെ കണ്ടില്ലെങ്കിലും ഈ മുഖം കണ്ണിൽ പതിയുമായിരുന്നു. എന്തിനെന്നറിയാതെ നോക്കി നിന്നുപോയ ബാല്യത്തിൽ ഒരിക്കൽ പോലും ആ മിഴികൾ എന്നിലേക്ക് നീണ്ടിരുന്നില്ല. പിന്നീട് അതേ മഹാദേവന്റെ ഉത്സവത്തിന് തിടമ്പേറ്റി നിൽക്കുന്ന ഒറ്റക്കൊമ്പനൊപ്പം തലയെടുപ്പോടെ ചെണ്ടപ്പുറത്ത് കോലും മുഴക്കുന്ന പാലാഴിയിലെ വീരഭദ്രസേനോടുള്ള ഭ്രാന്ത് എന്നിൽ കടുത്തു തുടങ്ങിയിരുന്നു. സ്വന്തമാവില്ലെന്ന വിശ്വാസത്തോടെ ഉള്ളിൽ കൊണ്ടു നടന്ന ഭ്രാന്തിന് ഞാൻ എന്നെ സമർപ്പിച്ചതാണ്. നിങ്ങൾക്ക് വേണ്ടെങ്കിലും ഞാൻ എന്നും നിങ്ങളുടേതാണ് വീരഭദ്രസേന. ഭദ്രന്റെ മാത്രം ശക്തിയായി ഞാനുണ്ടാകും. ഈ വെറുപ്പിനൊടുവിൽ എന്നെ തിരിച്ചറിയുമെന്ന മോഹത്തോടെ. ശക്തിശ്രീയുടെ പ്രണയം നിങ്ങൾ നൽകിയ ചെറിയ കാലയളവിൽ കുരുങ്ങിക്കിടക്കട്ടെ. എനിക്ക് പകരം നിങ്ങളിൽ പലരും വന്നു ചേർന്നിരിക്കാം. പക്ഷേ എൻ്റെ പ്രണയത്തെ നിങ്ങളിലല്ലാതെ മറ്റൊരാളിൽ തിരയാൻ എനിക്കാവില്ല. എൻ്റെ പ്രണയം ക്ഷമയും കൂടി ചേർന്നതാണ്. ഒരൊറ്റ ചുംബനത്തിൽ പ്രണയം പകരുന്ന രംഗത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് നിങ്ങൾ എൻ്റെ ആവിലെന്ന് ഉറപ്പിച്ചു മടങ്ങിയിട്ടും നിങ്ങൾ എനിക്കുള്ളിൽ മങ്ങിയിരുന്നില്ല. ഒടുവിൽ വർഷങ്ങൾ നീണ്ടൊരു കാത്തിരിപ്പ് പേറിയ ജീവിതത്തിൻ്റെ അന്ത്യം ഇങ്ങനെ വേണ്ടിയിരുന്നില്ല. നിങ്ങളിൽ നിന്ന് അകന്നുകൊണ്ടൊരു ജീവിതം എനിക്കുണ്ടാവില്ലെന്ന് മനസ്സിലാക്കിയിട്ടാണോ ഇത്രയും നോവെന്നിൽ പകർത്തി വയ്ക്കുന്നത്? പിന്നെയും കോറിയിടാൻ ഉള്ളം തുടിച്ചിട്ടും വാക്കുകൾ അന്യമായിരുന്നു. ശക്തി തറയിലേക്ക് തല ചായ്ച്ചു കിടന്നു. അവളുടെ മിഴിനീർ ഒഴുകിപ്പടർന്ന അക്ഷരങ്ങൾ വികൃതമായി. അവനും അവളും തമ്മിൽ വലിയ വഴക്കായിരുന്നു ജയേട്ടാ. ദേവകി ശബ്ദം താഴ്ത്തി ഫോൺ ചുണ്ടോട് ചേർത്തുകൊണ്ട് പറഞ്ഞു. ഇപ്പോഴും നിനക്ക് ആ രഹസ്യം കണ്ടെത്താൻ കഴിഞ്ഞില്ലേ ദേവകി? ഞാൻ ശ്രമിക്കുന്നുണ്ട്. എൻ്റെ അറിവിൽ അതിവിടെ ഇല്ല. താൻ ഇവിടെ വന്ന ആദ്യ നാളുകളിൽ തന്നെ ഹാളിലെ സോഫയുടെ അടിയിൽ നിന്ന് ഉരുണ്ടുവന്ന ചുവന്ന തിളക്കമാർന്ന കല്ലിനെ അവർ ഓർത്തുകൊണ്ട് പറഞ്ഞു. അത്രയും വിലപിടിപ്പുള്ള നിധിയെടുത്ത് ഞാൻ എന്തിനു നിങ്ങൾക്ക് തരണം? അത് കയ്യിൽ തടയുന്നത് വരെ ഞാനിവിടെ ഉണ്ടാകും, ദേവകി മനസ്സിൽ പറഞ്ഞു. പിന്നെ എവിടെ പോയി? പാർവതി അതെടുത്ത് ജീവനെ ഏൽപ്പിച്ചതാണ്. ജീവൻ അത് വെച്ചെടുത്തുണ്ടായിരുന്നത് വീരനും. ഇനിയും അവിടെ ഇല്ലെന്നാണോ? നീണ്ട 8 വർഷങ്ങൾ കൊണ്ട് നമ്മളത് തേടുകയാണ്. അതിലാണ് ജീവനത്തിന്റെ ഭാവി. അല്ലെങ്കിലും അതെല്ലാം ഞങ്ങളുടെ സ്വത്താണ്. ഞങ്ങളുടെ പൂർവികർ കാണിച്ച വിവരമില്ലായ്മയാണ് അതെല്ലാം. അതുകൊണ്ടിപ്പോൾ നാട്ടുകാർ ഞങ്ങളെ വിളിക്കുന്ന പേര് വേറെയല്ലേ? ക്ഷേത്രം കൊള്ളയടിച്ച് നശിച്ചു പോയ ജീവനത്തുകാർ. ഥൂ, ചെറ്റകൾ. ജീവനത്തിലെ സ്വത്ത് ജീവനത്തുകാർ തന്നെ അനുഭവിക്കണം. ഇനിയും വൈകരുത്. ഞാനപ്പോൾ നിങ്ങളുടെ ആരുമല്ലേ ജയേട്ടാ? നീ ആരാവാൻ? എന്നോട് അവകാശം സ്ഥാപിക്കാൻ നിൽക്കരുത് ദേവകി. ചെയ്യുന്ന ജോലിക്കുള്ള കൂലി ഞാൻ നിനക്ക് തന്നിരിക്കും. എന്തു കൂലി? ദേവകി പുച്ഛത്തോടെ ചോദിച്ചു. നീ അത് കണ്ടെത്തി തന്നാൽ നിന്റെ മകൻ എവിടെയാണെന്ന് ഞാൻ നിന്നോട് പറയും. ദേവകിയുടെ നെഞ്ചിൽ മാതൃവാത്സല്യം കിനിഞ്ഞു. അവർ വിങ്ങി. നഷ്ടപ്പെട്ടു പോയ മകനെക്കുറിച്ച് ഓർക്കവേ അവരുടെ മിഴികൾ നിറഞ്ഞു. നേരാണോ ജയേട്ടാ? നമ്മുടെ മകൻ തുടരും.